നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നാളെ പുലർച്ചെ 2:30 ഇന്ത്യൻ സമയം 2:30 ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കും. തുല്യ ശക്തികളുടെ മത്സരമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഇരു ടീമുകളും മത്സരം ജയിക്കാൻ നല്ല പ്രാപ്തിയുള്ള ടീമുകളാണ്. പക്ഷേ ഇംഗ്ലണ്ട് അതിൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് കളിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് നോർവേയെ തോൽപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അവരുടെ അസ്ഥിരത, ഇപ്പോൾ ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യ 4-2 തോൽപ്പിച്ചു. അടുത്ത മത്സരത്തിൽ ഗാനയായിട്ട് സമനിലയായി. അപ്പോൾ സ്ഥിരത പുലർത്തുന്നില്ല ഇംഗ്ലണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 5 കളികളിൽ നിന്ന് 6 ഗോളടിച്ച ഹാരി കെയ്ൻ അവരുടെ ക്യാപ്റ്റൻ, ഒപ്പം 5 കളികളിൽ നിന്ന് 4 ഗോളടിച്ച ജൂഡ് ബെല്ലിങ്ങാം. ഇവർ രണ്ടുപേരാണ് മുന്നേറ്റ നിരയിൽ. 2 സൂപ്പർ പവറാണ് മുന്നേറ്റ നിരയിൽ. അവരെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് നിൽക്കുന്നത്. അവർ ഇതുവരെ നല്ല നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് മെക്സിക്കോക്കെതിരെയുള്ള മത്സരമൊക്കെ 2-3 ഗോളിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. അതും 10 പേരായിട്ട്. 54-ാമത്തെ മിനിറ്റിൽ അവരുടെ ഒരു താരത്തിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതിനു ശേഷം 10 പേരെ വെച്ചിട്ടാണ് ബാക്കി ഏതാണ്ട് 40 മിനിറ്റോളം അവർ കളിച്ചത്. എന്നിട്ടും അവരെ തോൽപ്പിക്കാൻ മെക്സിക്കോയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അത് അവരുടെ ശക്തി തന്നെയാണ് കാണിക്കുന്നത്. ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും ഇപ്പം അവരുടെ റൈസ് ആയാലും ബുക്കായോ സാക്ക ആയാലും ഒക്കെ ഫോമിലാണ്. എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവചനാതീതമാണ് അവരുടെ നില. പ്രവചിക്കാൻ കഴിയില്ല എപ്പോൾ എങ്ങനെ കളിക്കും. ചിലപ്പോൾ തീരെ മോശമായി കളിക്കും, ചിലപ്പോൾ നന്നായി കളിക്കും. ഹൈലി പൊട്ടൻഷ്യലുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഒരു സംശയമില്ല, ഈ ലോകകപ്പിൽ ആരെയും തോൽപ്പിക്കാവുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ അവർ കളിയിൽ സ്ഥിരത പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അതെന്തായാലും ഇത്തവണ മറികടക്കുമോ എന്ന് കണ്ടറിയണം. മറുവശത്ത് നോർവേ, എർലിംഗ് ഹാളണ്ട് 7 ഗോളാണ് എർലിംഗ് ഹാളണ്ട് ഇതുവരെ അടിച്ചിട്ടുള്ളത്. ടോപ്പ് സ്കോറർ പദവിക്കുള്ള ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന് മുന്നിലുണ്ട് എർലിംഗ് ഹാളണ്ട്. ആ ഹാളണ്ടിൻ്റെ ചുമലിലേറിയിട്ടാണ് നോർവേ വരുന്നത്. ഹാളണ്ട് ഫോമിലായാൽ ഏത് ടീമിനെയും പപ്പടം പോലെ പൊടിക്കാൻ കെൽപ്പുള്ള ടീമാണ് നോർവേ. ഒരു സംശയവും വേണ്ട. അത് ബ്രസീലിനെതിരെ 1-2 ഗോളുകൾക്ക് ജയിച്ച് ബ്രസീലിനെ അട്ടിമറിച്ചിട്ടാണ് നോർവേ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നോർവേയെ ഒട്ടും എഴുതി തള്ളാൻ കഴിയില്ല. ബ്രസീലിനെതിരായ കളിക്ക് മുമ്പ് മാധ്യമപ്രവർത്തകർ ഹാളണ്ടിനോട് ചോദിച്ചു, ആർക്കാണ് മുൻതൂക്കം? ബ്രസീലിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് ഹാളണ്ട് പറഞ്ഞത്. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ 2-1 നോർവേ ജയിച്ചു. ഇത്തവണയും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ഇംഗ്ലണ്ടിനെതിരായ കളിയിൽ ആർക്കാണ് മുൻതൂക്കം? ഇംഗ്ലണ്ടിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് ഹാളണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഇത്തവണ എന്തായിരിക്കും റിസൾട്ട് എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും കെയ്നിൻ്റെ ഇംഗ്ലണ്ടും ഹാളണ്ടിൻ്റെ നോർവേയും തമ്മിലുള്ള മത്സരം തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരം തന്നെയായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. ഒരു സൂപ്പർ ക്ലാഷായിരിക്കും അത് എന്നതിൽ സംശയം വേണ്ട.